എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചോതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 വർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Six of Wands, Nine of Pentacles, Tower moment, Page of Cups, Queen of Wands, Ten of Cups, Chariot. വളരെ ബ്യൂട്ടിഫുൾ എനർജി. നയൻ ഓഫ് സോർട്സ് എനർജി, വളരെ ബ്യൂട്ടിഫുൾ എനർജി ആണ്. നിങ്ങൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് കണ്ണ് കിട്ടാതെ നിങ്ങൾ തന്നെ അതായത് എന്താ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായിട്ട് മാറുന്നു എന്ന് പറയാം. ആ ഒരു രീതിയിലാണ്. കാരണം പൊതുവിൽ വളരെ സന്തോഷവും സമാധാനവും സ്വസ്ഥമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മൾ പറയുമല്ലോ, എല്ലാം ജീവിതത്തിൽ നല്ലതായിരിക്കുമ്പോൾ തിങ്സ് ആർ ടു ഗുഡ് ടു ബി ട്രൂ എന്ന്. വളരെ ശരിക്കും ഇത് സത്യമായിട്ടും ഇത് ഇങ്ങനെയാണോ? കാരണം ജീവിതത്തിൽ ഒത്തിരി സംഘർഷങ്ങളിലൂടെയൊക്കെ സങ്കടങ്ങളിൽ കടന്നു പോയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ, പ്രത്യേകിച്ച് ഒന്നിനൊന്ന് സന്തോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സംശയമായിരിക്കും, ഇത് ശരിക്കും ഇങ്ങനെയാണോ, ഇനി എന്തോ വരാനിരിക്കുന്നുണ്ടോ? അതായത് ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വരും എന്നൊക്കെ ആലോചിച്ച് കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലേക്ക് കൊണ്ടെത്തിക്കാതിരുന്നാൽ മാത്രം മതി, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആദ്യം തന്നെ പറയുകയാണെങ്കിലും സിക്സ് ഓഫ് വോൺസ്, ക്യൂൻ ഓഫ് വോൺസ് എനർജിയാണ്. വളരെ സുന്ദരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു 2025 എന്നാണ് കാണിക്കുന്നത്. 2025 തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ചുറ്റുമുള്ള പല ആളുകളും നിങ്ങളെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ പലരെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും ജീവിതത്തിൽ നേടിയിട്ടുള്ളവർ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സിന് വേണ്ടുന്ന ആ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്കായിട്ട് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം അറിയപ്പെടുന്ന വളരെ ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ടുള്ളൊരു സൂചനയും നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല 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 അവാർഡ്സും കാര്യങ്ങളും, ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് ജോലിയിൽ വലിയ കാര്യങ്ങൾ നേട്ടങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സൊക്കെ ലഭിക്കുന്നുണ്ടാവാം. അതല്ല എങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജോലിയിൽ അല്ലെങ്കിൽ സോഷ്യൽ ലൈഫിൽ നിങ്ങൾ മറ്റുള്ളവരോട് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സംഘടനയോ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ചുറ്റുമുള്ളവരിൽ നിന്ന് സ്നേഹവും ആദരവും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം. ക്യൂൻ ഓഫ് വോൺസ് എനർജിയാണ്. അതുപോലെ തന്നെ ഒത്തിരി ചില ആളുകൾ, ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ചില ആളുകൾ നിങ്ങൾ ബ്യൂട്ടി കോൺടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സൗന്ദര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന മേഖലയിലേക്ക് പോകാൻ സാധ്യത. ഒന്നുകിൽ നിങ്ങൾ കോസ്മെറ്റോളജി അല്ലെങ്കിൽ നിങ്ങൾ ബ്യൂട്ടീഷ്യൻ കോഴ്സസ്, കോസ്മെറ്റോളജി ബന്ധപ്പെടുത്തിയിട്ടുള്ള കോഴ്സസ്, കോസ്മെറ്റിക് സർജൻ അതുപോലുള്ള കാര്യങ്ങളിലേക്കാവാം. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബ്യൂട്ടി പേജൻറ്റ്, ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ചില ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കും അങ്ങനെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട് എങ്കിൽ. അതല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇങ്ങനെയുള്ള അലങ്കാരങ്ങളും സൗന്ദര്യ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു മേഖലയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഒരു വീട്ടമ്മയാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒരുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഭംഗിയാക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ചെറിയ കോഴ്സൊക്കെ ചെയ്തിട്ട് സ്വന്തമായിട്ട് സ്ഥാപനത്തിലേക്ക് പോകാൻ, ആ ഒരു സ്ഥാപനം അതായത് നിങ്ങൾ ഒരു വീട്ടമ്മ എന്നുള്ളൊരു ലേബലാണ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം, ഒരു ബിസിനസ് ലേഡി എന്നുള്ളൊരു ലെവലിലേക്ക് ഉയരുന്നൊരു വർഷമാകാം ഇത്. അപ്പോൾ വലിയൊരു മാറ്റം 2025 കടക്കുമ്പോൾ 2024 തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നിങ്ങളൊന്നുമല്ല, പക്ഷെ നിങ്ങളിന്ന് വളരെ അധികം മാറിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഈ ഒരു വർഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസും 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അതായത് സമൃദ്ധി ഐശ്വര്യവും നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെ പറയാം. പുതിയൊരു വഴി
തെളിച്ച് ജീവിതം നയിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. 2025 കടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന കെട്ടുപാടുകളും ബന്ധങ്ങളും പ്രാരബ്ധങ്ങളും ഒക്കെ കെട്ടഴിച്ച് നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അത്യാഹ്ലാദം, സന്തോഷം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ജീവിതം നിങ്ങൾ ആസ്വദിച്ച പോലെ, നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിച്ച പോലെ ഉള്ളൊരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ ചുവട് വയ്ക്കുന്നത്. ചില ആളുകൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉന്നമനം കാണിക്കുന്നുണ്ട്. ചില ആളുകളെ പറഞ്ഞാൽ യൂട്യൂബ് അതുപോലുള്ള പെട്ടെന്നൊരു വീഡിയോ വൈറലായാൽ പെട്ടെന്ന് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വന്ന് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ളൊരു അവസരം വേണമെങ്കിൽ ആവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ആളുകൾ കൂടുതൽ നിങ്ങളെ അറിയാനും മനസ്സിലാക്കാനും തുടങ്ങുന്ന സിറ്റുവേഷനാണ്. കൂടുതലായിട്ട് ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയധികം കുടുംബജീവിതത്തിൽ സംതൃപ്തി ലഭിക്കുന്ന ഒരു വർഷമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അതേപോലെ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ ജോലിയിൽ ഉയർച്ച, പ്രമോഷൻ, ശമ്പള വർധനവ്, പ്രമോഷൻ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പൊസിഷനിൽ നിന്ന് നെക്സ്റ്റ് പൊസിഷനിലേക്ക് ആയിരിക്കില്ല, അതിനേക്കാൾ 2 പടി മുകളിൽ, അതായത് ഒരു ക്ലറിക്കൽ പൊസിഷനിൽ നിന്ന് വളരെ ഹയർ പൊസിഷനിലേക്ക് എത്താവുന്ന പോലത്തെ ആ ഒരു തീരെ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ സംഭവിക്കുകയില്ല എന്ന് ചിന്തിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ജോലിയിലാണെങ്കിലും. അപ്പോൾ സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ കുടുംബ അന്തരീക്ഷത്തിൽ വളരെയധികം സന്തോഷം തരുന്ന കാര്യങ്ങൾ, വിവാഹിതരായിട്ടുള്ളവർ കാണെങ്കിൽ കുട്ടികളാവാം, ഇപ്പോൾ ഓൾറെഡി ഒരു കുട്ടിയുള്ളവരാണെങ്കിൽ സെക്കൻഡ് ചൈൽഡ് ആവാം. കുടുംബത്തിൽ ഒത്തിരി സന്തോഷം, എല്ലാവരും ഒരുമിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ആനന്ദമൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു തൃപ്തിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിലൊരു സംതൃപ്തി ലഭിക്കുന്ന ഒരു വർഷം, വളരെയധികം സംതൃപ്തമായിട്ടുള്ളൊരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയാം. ടവർ മൊമെൻ്റ് ആണ്, അതേപോലെ ചാരിയറ്റ് മൊമെൻ്റ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ പഴയ പല കാര്യങ്ങളും നിങ്ങൾ ഇനി പഴയതിൽ തുടരാതെ പുതിയതിലേക്ക് കടക്കുകയാണ്. അതായത് ഇതുവരെ നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ചില കാര്യങ്ങൾ ഇനി ജീവിതത്തിൽ വേണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അത് അടിച്ചു പൊളിച്ച് കളഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാനായിട്ട് എന്തോ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വർഷം 2025 നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. ഇനി അതിൽ തന്നെ നിലകൊണ്ടിട്ട് കാര്യമില്ല. കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ഒരു ഗുണത്തെക്കാളേറെ ദോഷം തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ബാധ്യതയാണെന്നുള്ളത് മനസ്സിലാക്കി പഴയ ചില കാര്യങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന ബന്ധങ്ങളായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, വീടായിരിക്കാം, ചില ആളുകളെ സംബന്ധിച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ വീടായിരിക്കും, അതവിടെ നിലനിർത്തി കൊണ്ടുപോയിട്ട് കാര്യമില്ല, അത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് പുതിയൊരു വീട് പണിയുന്നതാവാം. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്തുനിന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് പോകുന്നതാവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പലരും വാഹനം വാങ്ങിക്കാനുള്ള യോഗ ഒരു വർഷമുണ്ട്. പുതിയ വണ്ടി ഉള്ളവരാണെങ്കിൽ വണ്ടി മാറ്റി പുതിയത് വാങ്ങിക്കാം. ബൈക്ക്, കാറ്, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ കർമ്മയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചത്, നിങ്ങൾ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഫലം തന്നെ ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് വെറുതെ കിട്ടുന്നതല്ല, നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം. ഇതുവരെ നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട് എങ്കിൽ, ചില ആളുകളെ സംബന്ധിച്ച് മാർച്ച് കഴിയുമ്പോൾ ശനിയുടേതായിട്ടുള്ള കണ്ടകശനി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ വിട്ടൊഴിയുന്ന, വെസ്റ്റേൺ ആസ്ട്രോളജി ബേസിസിലാണ് നമ്മൾ പറയാറ്, എന്നാലും വിട്ടൊഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ ഈ ഒരു വർഷം അതിനുശേഷം നിങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ കഠിനാധ്വാനത്തിൽ ഫലം തന്നിട്ടാണ് ശനി പോകുന്നത്. അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ്. പിന്നെ പേജ് ഓഫ് കപ്സ് എനർജി, 9 ഓഫ് കപ്സ് എനർജിയാണ്. പുതിയ തുടക്കം എല്ലാർത്ഥത്തിലും ഈ 2025 കടക്കുമ്പോൾ ചില ആളുകൾ നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊരു ഹോട്ടൽ ബിസിനസ്സോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ പോലുള്ള മേഖലകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇതെടുത്ത് പറയാൻ കാര്യം, ചില ആളുകൾ നിങ്ങളിപ്പോൾ വളരെ സാധാരണ ഒരു നോർമലായിട്ടുള്ള ഒരു ലൈഫ്, ഒരു വളരെ സാധാരണക്കാരനായിരിക്കാം, പക്ഷേ നിങ്ങൾ വളരെ ഹൈ ലെവൽ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന ഒരു സിറ്റുവേഷൻ ഇതോടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ളൊരു അവസരം ലഭിക്കുന്നു. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ വളരെ സാധാരണ ഒരു ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സോ ചെയ്തിരുന്ന വ്യക്തിയിൽ നിന്ന്
ഒത്തിരി സ്ഥാപനങ്ങളുടെ വലിയ സ്ഥാപനങ്ങളുടെ ഉടമയായിട്ട് മാറുന്ന ലെവലിലേക്ക് കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു വർഷം കൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ല, അതിന് തുടക്കം കുറിക്കുന്ന അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും പല സ്ഥാപനങ്ങളും നിങ്ങൾ സ്വന്തമാക്കുന്ന സമയം വർഷത്തിൻ്റെ തുടക്കം മാത്രമാണ് ഇതെന്നുള്ളത് പറയാം. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ ഒരു 9 ഓഫ് സോഡ്സ് എനർജി. ഒത്തിരി സന്തോഷങ്ങൾ വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? കാരണം ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ അനുഭവിക്കാത്ത സന്തോഷം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. ഇനി എന്താ വരാൻ പോകുമ്പോൾ നെഗറ്റീവ് എന്നുള്ള ചിന്ത നിങ്ങളുടെ മൈൻഡിൽ വരികയാണെങ്കിൽ അപ്പം തന്നെ അത് മാറ്റുക. അത് പ്രാർത്ഥിക്കുക, നെഗറ്റീവ് എനർജീസ് റിലീസ് ചെയ്യാൻ. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം, ആ ഒരു മന്ത്രം നിങ്ങൾ ജപിക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും എന്നുള്ളത് എടുത്ത് പറയുന്നു. അല്ലെങ്കിൽ ഹിന്ദുസ് ആയിട്ടുള്ളവരാണെങ്കിൽ ഉഗ്രം വീരം മഹാവിഷ്ണു എന്നുള്ളത് മന്ത്രം ജപിക്കാം, അല്ലെങ്കിൽ അത് കേൾക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.